അശാസ്ത്രീയ ആളുടെ മതങ്ങൾക്ക് സ്വാധീനവും ശക്തിയും വരുന്നത് യുക്തിചിന്ത ഒറ്റപ്പെടുകയും ചെയ്യുന്നത് ശാസ്ത്രീയ യുക്തിചിന്തയുടെ ദയനീയ പരാജയമല്ലേ? ദയനീയ പരാജയം. പണ്ട് ഗ്രാമാന്തരങ്ങളിൽ യുക്തിവാദികൾക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. ഇന്ന് യുക്തിവാദികൾക്ക് അവരെങ്ങും ഇല്ല. അതൊക്കെ വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ട് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞൊരു മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം മാതൃഭൂമി ഒരു എഡിറ്റോറിയൽ എഴുതിയായിട്ട് എൻ്റെ ശ്രദ്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ കേരളത്തിൻ്റെ ഭൂതകാലം, ഏത് ഭൂതകാലമാണെന്ന് എനിക്ക് AD 1-ാം നൂറ്റാണ്ടാണോന്ന് എനിക്കറിയില്ല, 15-ാം നൂറ്റാണ്ടാണോന്ന് അറിയില്ല, കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ പടർന്ന് പന്തലിച്ചു ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നു എന്നാണ് അവർ ആദ്യം പറയുന്നത്. അതായത് സമ്മോഹനമായ ഒരു ഭൂതകാലം. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബാഗ്ഭടൻ്റെ ഒരു പുസ്തകമുണ്ട്, ഒരു ആയുർവേദ ഗ്രന്ഥമാണ്. ആ പുസ്തകത്തിൽ ഈ രോഗങ്ങളെക്കുറിച്ചും ഔഷധങ്ങളെക്കുറിച്ച് പറയുന്നൊരു ഭാഗം അഷ്ടാംഗ സംഗ്രഹം എന്നാണ് ആ പുസ്തകത്തിൽ. ആ പുസ്തകത്തിൽ പറയുന്നത് പണ്ടൊരു സത്യത്തിൻ്റെ യുഗം ഉണ്ടായിരുന്നു, കൃതയുഗം. ആ കാലഘട്ടത്തിൽ ആളുകൾ വളരെ ശാന്തിയും സമാധാനത്തിലും ജീവിച്ചിരുന്നു. അവർക്ക് രോഗം ഉണ്ടായിരുന്നില്ല, മരണവും വളരെ അപൂർവമായിരുന്നു. രോഗമില്ലെങ്കിൽ മരണമില്ലല്ലോ. വളരെ നല്ലൊരു കൃതയുഗം. നമുക്ക് 4 കാലങ്ങളായിട്ട് ജീവിക്കില്ലേ? കൃതയുഗം, ശാന്തി സമാധാനവും സത്യമുള്ള യുഗം. ഇത് 6-ാം നൂറ്റാണ്ടിൽ എഴുതിയൊരു പുസ്തകത്തിലാണ് ഈ പരാമർശം ഉണ്ടായിരുന്നത്. അതായത് 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന മോശം കാലമാണ്, രോഗമുണ്ട്, സത്യമില്ല, മൂല്യബോധം ഇല്ലാത്ത ജനതയാണുള്ളത്. പക്ഷേ പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു ഭൂതകാലത്തെക്കുറിച്ച് മയർ കൊള്ളുന്ന ഒരു പുസ്തകം. പക്ഷേ 6-ാം നൂറ്റാണ്ടുകാരൻ സ്വയം വിലയിരുത്തുന്നത് മോശമായിട്ടാണെങ്കിൽ 10-ാം നൂറ്റാണ്ടുകാരൻ ഗ്രന്ഥം എഴുതുമ്പോൾ 6-ാം നൂറ്റാണ്ടിനെ കുറിച്ച് ഇങ്ങനെയായിരിക്കും പറയുക. 15-ാം നൂറ്റാണ്ടുകാരൻ 10-ാം നൂറ്റാണ്ടിനെ കുറിച്ചും ഇല്ലാത്ത ഒരു ഭൂതകാലത്തെക്കുറിച്ച് ഇങ്ങനെ വിലപിക്കുന്നുണ്ടാവും. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്നവൻ പറയും, അയ്യോ 16-ാം നൂറ്റാണ്ടിലെ ആ സമയം എന്നോ ആ സമയമായിരുന്നു. 21-ാം നൂറ്റാണ്ടിലിരിക്കുന്ന ജനങ്ങളൊക്കെ ഇപ്പം തന്നെ എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ളവരൊക്കെ പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ മാങ്ങയ്ക്ക് എറിഞ്ഞിട്ട് ആ സ്കൂളിൽ പോകുന്ന ആ സമയം, അതൊക്കെയാണ് ലൈഫ്. ഇന്നത്തെ ലൈഫ് എന്ത് ലൈഫാണ് ഇത്? ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് വർത്തമാനത്തിൽ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഭൂതകാലത്തിൽ അഭിരമിക്കുമ്പോൾ പലപ്പോഴും ഭൂതകാലത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളോട് കൂട്ടിക്കൊഴിച്ചായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അസ്തിത്വം ഉള്ളത് ഭൂതകാലത്താണ്. ഇന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല. മനസ്സിലായി? കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ശക്തി പ്രാപിച്ചിരുന്നു കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം എന്ന പത്രം എഴുതിയത് ഒരു നുണയാണ്. യുക്തിവാദി പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അവർ പ്രവർത്തിച്ചിരുന്നു, അവർ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൻ്റെ പുരോഗതിക്കും കാസറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയല്ലെന്നല്ല. പക്ഷേ ഇവിടെ വലിയ ശക്തിയായിട്ട് ഒരു കാലഘട്ടത്തിൽ അവർക്കൊരു മുഖ്യധാര സാമൂഹിക രംഗത്തൊരു വലിയൊരു നിങ്ങൾ ഈ പറയുന്ന ഒരു സ്വാധീന ശക്തിയായിട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനൊരു കാലം ഇല്ലായിരുന്നു. പിന്നെ മാതൃഭൂമി അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, ഇന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകേണ്ടതാണ് എന്നാണ് മാതൃഭൂമി പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾ പടർത്തുന്നതിലും യുക്തിഹീനത പടർത്തുന്നതിലും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തൊരു പത്രമാണ് മാതൃഭൂമി. ഏറ്റവും കൂടുതൽ. ഇപ്പോൾ വാക്സിനേഷൻ്റെ കാര്യത്തിൽ തന്നെ പെൻഡാവാലൻ്റൻ വാക്സിൻ കൊലയാളിയോ എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ മുഖചിത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. മുസ്ലിങ്ങളുടെ ഇടയിലെ ജനസംഖ്യ കുറയാൻ ഇത് കാരണമായേക്കില്ലേ, കാരണമായേക്കൊന്നല്ല, കാരണമായേക്കില്ലേ, കൊളുത്തി വിടുക. പിന്നെ അവൻ അവസാനം ഇപ്പോൾ നമ്മുടെ വാക്സിനേഷൻ ഡ്രൈവ് തന്നെ 60% താഴെയായിരുന്നു ആദ്യം മലപ്പുറത്ത്. പിന്നീട് വീണ്ടും 2-ാം ഘട്ടത്തിലാണത് ഒരു സമൂഹത്തിന് മൊത്തത്തിലുള്ള പ്രതിരോധം കൊണ്ടുവരുന്നത്. ഇതിനെല്ലാം കാരണം എന്താണ്? ഭയം ഇളക്കിവിടാൻ എളുപ്പമാണ്, സംശയം ഇളക്കിവിടാൻ എളുപ്പമാണ്. എന്ത് സംശയം? എജ്ജാതി സംശയം. സംശയിക്കലാണ് എല്ലാത്തിനെയും തുടക്കം എന്ന് പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ സംശയത്തിൻ്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തിരുവനന്തപുരത്തോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് 500 കിലോമീറ്റർ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 കിലോമീറ്റർ എങ്ങോട്ട് ഓടിക്കണം എന്നുള്ള ഒരു പ്രധാന ചോദ്യമുണ്ട് അവിടെ. അങ്ങോട്ട് ഓടിച്ചാൽ അങ്ങ് പോകും, കർണാടകത്തിലോട്ടാണ് പോകുന്നത്. പിന്നെ ലോകം മുഴുവൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തിരുവനന്തപുരത്ത് വരുമെന്ന് പറയാം. അതൊരു വല്ലാത്ത പറച്ചില്ല. അങ്ങനെ ഒരു പത്രം എന്തായാലും അവിടുത്തെ ഒരു എഡിറ്റോറിയൽ അണ്ണനായിരിക്കുമല്ലോ ഇത് എഴുതിയത്, അല്ലെങ്കിൽ ഒരു ചീഫ് എഡിറ്റർ. അപ്പം അയാൾക്ക് തോന്നിയിട്ടുണ്ട് യുക്തിവാദി പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകണം. ഇല്ല. പിന്നെ ചോദിക്കുന്നു, ഈ കേരളത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അശാസ്ത്രീകളും എല്ലാം നീക്കം ചെയ്യേണ്ട തൊഴിലാളികളാണോ? അങ്ങനെ കുറേ ആളെ ആരെങ്കിലും ഇവിടെ നിയമിച്ചിട്ടുണ്ടോ? ഇവിടെ കുറേ നിങ്ങൾക്കല്ലേ അത് ചെയ്യേണ്ടത്? ഇവിടെ വരുന്നതിന് മുമ്പ് ഈ സമൂഹം ഒന്ന് വെടിപ്പാക്കിയിടുക, മാലിന്യങ്ങളും അന്ധവിശ്വാസങ്ങളും നീക്കം ചെയ്യുക, ചൂല് തന്നിട്ടില്ലേ? അങ്ങനെ ഇവിടെ ആരെയും നിയമിച്ചിട്ടൊന്നുമില്ല. ആർട്ടിക്കിൾ 51A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരുടെയും ഡ്യൂട്ടിയാണത്, എല്ലാ പൗരൻ്റെയും കടമയാണത്. അത് ഏറ്റെടുത്ത് നടത്താനായിട്ട് ഇവിടെ ആരും കരാറിലൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞത് നിസ്സാർത്ഥ പ്രവർത്തനം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് കൂടി വരുന്നതിൻ്റെയൊക്കെ കുറ്റം നിനക്കാണെന്ന് പറയുന്നു.
അതിനേക്കാൾ ഞാൻ ചോദിക്കട്ടെ, ഇത് കൂടി വരുന്നതിൻ്റെ യഥാർത്ഥ കുറ്റം ഈ പറയുന്നവനാണ്. കാര്യം ഒരു യുക്തിവാദി സംഘം പോട്ടെ, ഏത് സംഘമായിക്കോട്ടെ, അവൻ്റെ ഒരു വാർത്ത, അവൻ്റെ ഒരു സമ്മേളന വാർത്ത, കൊതുക് നിവാരണ യജ്ഞം, അതിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും കൊടുക്കാതെ 18-ാം പേജിലും 16-ാം പേജിലും കൊണ്ടുവന്ന് സംസ്കരിക്കുന്നവൻ ഇവനാണ് പറയുന്നത്. ഇവിടെ 3000 പേര് പങ്കെടുത്ത ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടന്നു, ലിറ്റ്മസ്. ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ എന്തെങ്കിലും വാർത്ത ഉണ്ടോ? അത്രയും തിരസ്കരിക്കുക, ഇതൊന്നും എഴുതേണ്ട കാര്യമില്ലെന്ന് കരുതുന്ന ഒരു പത്രം. ഒരു പറയുകയാണ് യുക്തിവാദികൾ പണ്ട് തുടങ്ങി ഭയങ്കര ഗ്രാമാന്തരങ്ങളിൽ ശക്തിപ്പെട്ടിരുന്നു, പക്ഷേ അതൊക്കെ പോയി, അവന്മാർ എവിടെ പോയി? അവന്മാർ വന്നെങ്കിൽ മാത്രമേ ഇതെന്താ ഇല്ല പ്ലംബിങ്, ഫിറ്റർമാരും പ്ലംബേഴ്സും വന്ന് പൈപ്പ് ശരിയാക്കണമെന്ന് പറഞ്ഞ് ആ രീതിയിൽ ഇതൊക്കെ ശരിയാക്കേണ്ട ആളുകളാണ്. നമ്മൾ ചെയ്യുന്നു, നിങ്ങളും ചെയ്യണം, നിങ്ങൾക്കും ബാധ്യതയുണ്ട്. പിന്നെ ശാസ്ത്രീയ യുക്തിയും സയൻസും ഒക്കെ പരാജയപ്പെടുന്നത് ആരെങ്കിലും പരാജയമാണോ എന്ന് ചോദിച്ചിരുന്നു? ഒരിക്കലുമല്ല. കാരണം നിങ്ങൾ ഒരാളെ യുക്തിപൂർവ്വം ചിന്തിക്കാനും ഒരു മാനവിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കാനും പ്രേരിപ്പിക്കുമ്പോൾ അയാളുടെ തലച്ചോറ് അതിനനുകൂലമായിട്ട് പരുവപ്പെട്ട ഒന്നല്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. ക്ഷിപ്രവിശ്വാസത്തിനും തെളിവില്ലാതെ വിശ്വസിക്കുന്നതിനുമൊക്കെ ഒരുപാട് അനുകൂലനങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു മസ്തിഷ്കവുമായിട്ടാണ് പരിണാമ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളുടെ പരിണാമം അതെങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ളത്, അതിൻ്റെ സമവാക്യങ്ങളെ എതിർക്കുന്ന രീതിയിൽ, ധിക്കരിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും കോമൺ സെൻസിന് പോലും വിരുദ്ധമെന്ന് തോന്നാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ റിസൾട്ട് വെച്ച് കുറഞ്ഞു നിൽക്കും. മനസ്സിലായില്ല? എളുപ്പമുള്ള കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആളിനെ കൂട്ടാൻ എളുപ്പമാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്താ ചെയ്യേണ്ടത്? വികസനം കൊണ്ടുവരിക. വികസനം അവരുടെ വികസനമല്ല ഞാൻ ഉദ്ദേശിച്ചത്, രാജ്യത്തിൻ്റെ വികസനം. അതിനവർക്ക് ചിലവൊന്നുമില്ല, ടാക്സ് ഉണ്ട്, ഭരണം കിട്ടുമ്പോൾ ചെയ്യുക, ജനങ്ങൾക്ക് കൊടുക്കുക, അവരെ പേടിപ്പിക്കുക, കൊതിപ്പിക്കുക, അതിലൂടെ ആളിനെ കൂട്ടുക. അത് ചെയ്യാൻ പറ്റും. നമ്മൾ കൊതിപ്പിക്കുന്നുമില്ല, പേടിപ്പിക്കുന്നുമില്ല. അതാണ് പ്രശ്നം. ഈ രാഷ്ട്രീയ കക്ഷികളായാലും മതങ്ങളായാലും ചെയ്യുന്നത് ഈ കൊതിയിലും പേടിയിലൂടെയാണ് അവർ വളരുന്നത്. നമ്മളിത് രണ്ടും ചെയ്യുന്നില്ല. ഈ കൊതി പേടി എന്ന് പറയുന്ന രണ്ട് ഭയങ്കര എമണ്ടൻ സോഫ്റ്റ്വെയർസാണ് നമ്മുടെ മസ്തിഷ്കത്തിൽ. കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്ത് മിക്കവാറും ആളുകളെല്ലാം തരുമെന്ന് പറഞ്ഞു കൊടുത്ത് നോക്കും, മിക്കവാറും ആളുകളെല്ലാം ചെയ്യും. നമ്മളിത് രണ്ടും ചെയ്യുന്നില്ല. നമ്മൾ പറയുന്നത് അതാണ് പറയുന്നത്, മസ്തിഷ്ക വിരുദ്ധമായ ഒരു കാര്യം കൂടിയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് ആൾ പറയുന്നതിന് സംശയമുണ്ടോ? ആൾ കുറയട്ടെ. അത് നമ്മുടെ പരാജയമൊന്നുമല്ല, ഇത്രയൊക്കെ ആളുള്ളത് തന്നെ വിജയം. ഞാനങ്ങനെയാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ആത്മവിശ്വാസ സന്തോഷമാണ്. ആൾ കുറയൽ ഒന്നും ഞാൻ പരിഗണിക്കുന്നില്ല. കാര്യം ഞാൻ പറയുന്നത് ഒരാളുണ്ടെങ്കിൽ അത്രയും നല്ലതെന്നുള്ള. നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് ഇല്ലേ, എന്തോ ഇല്ല, കമലഹാസൻ്റെ ഒരു പടം എന്താ, രജനീകാന്തിൻ്റെ പടം 2 നോട്ടോ എന്തോ 2 നോട്ടോ എന്ന് പറയുന്നത് നമ്മൾ അതിനെ 2.0, നമ്മൾ 6.0 ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്കൊക്കെ വരാൻ കുറേ സമയം എടുക്കും. പക്ഷെ വരുന്നുണ്ടല്ലോ, കുറച്ച് ആളുകൾ വരും. ക്ഷിപ്രമായിട്ടുള്ള ഒരു റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ട്, ഇപ്പോൾ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.